ശ്രീതു ആ ഗെയിമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ടീമിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായേനെ 100% ഷുവർ. ജാസ്മിൻ കട്ടക്കലിപ്പിലാണ്, അതുപോലെ തന്നെ ഗബ്രിയും കട്ടക്കലിപ്പിലാണ്. ജിൻഡോ പറഞ്ഞത് കേട്ടിട്ട് ജാസ്മിൻ ഗബ്രീനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല. ഗബ്രി പറയുന്നത് ജാസ്മിൻ അങ്ങോട്ട് മനസ്സിലാവുന്നതുമില്ല. ജാസ്മിൻ ആണെങ്കിൽ ഗബ്രി പറയുന്നത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നതുമില്ല. ഗബ്രി പറയുന്നുണ്ട് ശ്രീതു ഇപ്പം നിങ്ങളുടെ ടീമിലുണ്ട്, ഈ 4 പേരടങ്ങുന്ന ടീം നിങ്ങളുടെ ടീമിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ 100% സക്സസ് ആയേനെ എന്നുള്ള രീതിയിലാണ് ഗബ്രി പറയുന്നത്. അതിന് 4 പേരടങ്ങുന്ന ടീം അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ശ്രീതു ക്യാപ്റ്റനാണെങ്കിലും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ശ്രീതു ക്യാപ്റ്റനായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിച്ചില്ല, അതുകൊണ്ടാണ് ഗബ്രി ഇങ്ങനെ പറയുന്നതെന്നാണ് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജാസ്മിൻ വളരെ ദേഷ്യത്തോടെ ഗബ്രിയോട് ചോദിക്കുകയാണ്. ഗബ്രി പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞാൽ നീ ജിൻഡോനോട് പോയിട്ട് ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് അതിലും ഭയങ്കര ദേഷ്യത്തിൽ ഗബ്രിയും പറയുന്നുണ്ട്. ഇത് ആ ഗ്രൂപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ മാറി നിൽക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ വീണ്ടും ഗബ്രിനോട് പറയാണ്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻസിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്നുള്ളത് ജാസ്മിന് മനസ്സിലാകുന്നില്ല, ജാസ്മിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഗബ്രിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗബ്രി പറയുന്നുണ്ട് നീ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കറിയാമെന്നുള്ള രീതിയിലാണ് ഗബ്രി പറയുന്നത്. ജിൻഡോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജിൻഡോനോട് പോയിട്ട് ചോദിക്കുക, അത് എന്നോടല്ല പറയേണ്ടതെന്നാണ് ഗബ്രി പറയുന്നത്. ഇപ്പോഴത്തെ 10 ടീമാണ് ആ ടാസ്കിൽ പങ്കെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ശ്രീതു വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇവർ തമ്മിൽ ഇതിൻ്റെ വാക്ക് തർക്കങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീതു പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഗബ്രി പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പഴി കേട്ടോണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്നും ഗബ്രി പറയാണ് ഇങ്ങനെ ശ്രീതു ആ ടാസ്ക് ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ജാസ്മിൻ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയും ശ്രീതു ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ജാസ്മിന് മനസ്സിലാകുന്നില്ല. വഴക്കങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.